കഴിഞ്ഞ അധ്യായത്തിൽ ബാലിയെ വധിക്കുന്നതും ആ ബാലിവധത്തിന് ശേഷം മനസ്സാകെ തളർന്നു പോയിട്ടുള്ള അജ്ഞതയിൽ കൂപ്പുകുത്തിയിട്ടുള്ള താരയ്ക്ക് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശവുമൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. താരോപദേശത്തിന് ശേഷം അന്ധക്കരണം തെളിഞ്ഞ താരയും സുഗ്രീവനും പുരവാസികളുമൊക്കെ ഇനി അടുത്തതായിട്ട് കാത്തിരിക്കണത് സുഗ്രീവൻ്റെ അഭിഷേകത്തിനായിട്ടാണ്. ശ്രീരാമചന്ദ്രസ്വാമി ലക്ഷ്മണനോട് പറഞ്ഞു, ഏതായാലും നീ എന്ത് ചെയ്യണം, എനിക്ക് പകരം സുഗ്രീവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോകണം. ഭഗവാൻ പോയില്ല. കാരണം ഭഗവാൻ പിതാവിന് കൊടുത്തിട്ടുള്ള വാക്ക് 14 കൊല്ലം കാനനത്തിൽ വസിക്കും എന്നാണ്. ആ സമയത്ത് മറ്റൊരു പുരത്തിൽ വസിക്കില്ല എന്നുള്ളതാണ് ഭഗവാൻ എടുത്തിട്ടുള്ള ശപഥം. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, എനിക്ക് പകരം നീ ചെന്ന് എന്ത് ചെയ്യണം, അഭിഷേകാദി കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. പുണ്യാഹപര്യന്തം അദ്ദേഹത്തിൻ്റെ അഭിഷേകം ശാസ്ത്രവിധി അനുസരിച്ച് വളരെ ഗംഭീരമായിട്ട് നടത്തണം. ലക്ഷ്മണൻ ഈ കാര്യങ്ങൾ അനുസരിച്ചു. പുരവാസികളെല്ലാവരും വന്നു, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ വന്നു, സുന്ദരികളായിട്ടുള്ള കന്യകൾ, മന്ത്രിപ്രമുഖന്മാർ, ഇവരൊക്കെ ആ അഭിഷേകത്തിന് വേണ്ടിയിട്ട് വന്നു. ശാസ്ത്രവിധി പ്രകാരം ആ അഭിഷേകം വളരെ ഗംഭീരമായിട്ട് ലക്ഷ്മണൻ നടത്തി കൊടുത്തു. നാനാവിധത്തിലുള്ള വാദ്യഘോഷങ്ങൾ, ഭേരിയുണ്ട്, മൃദംഗമുണ്ട്, പെരുമ്പറകളുണ്ട്, അങ്ങനെ നാനാവിധത്തിലുള്ള വാദ്യഘോഷങ്ങളോടെ വർണ്ണാലങ്കാരങ്ങളോടെ സുഗ്രീവൻ്റെ അഭിഷേകം പൂർത്തിയായി. അങ്ങനെ രാജാവായിട്ട് അഭിഷേകം കഴിഞ്ഞിട്ടുള്ള സുഗ്രീവൻ ഭഗവാന്റെ കാൽക്കൽ വന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, ഇനി അങ്ങ് രാജ്യം പരിപാലിക്കണം. ഞാൻ അവിടുത്തെ ദാസനായിട്ട് എപ്രകാരമാണോ ഭഗവാൻ നടക്കണതിന് പിന്നാലെ, ഭഗവാന്റെ ഓരോ ചുവടുവെപ്പിനും പിന്നിൽ അതിനെ മുഴുവൻ അനുഗമിച്ചുകൊണ്ട് ദാസനായിട്ട് സേവകനായിട്ട് ലക്ഷ്മണൻ വരുന്നത്, അതേമാതിരി ഞാനും അങ്ങയുടെ കൂടെ വന്നോളാം. അങ്ങയുടെ ആജ്ഞകൾ അനുസരിച്ച് അങ്ങയെ സേവിച്ചുകൊണ്ട് ഇനി ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യുക, ഈ രാജ്യത്തെ ശാസിക്കുക, അങ്ങ് നൽകണ ശാസനങ്ങൾക്കനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാം. ഒരു ഭഗവാൻ സുഗ്രീവനെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, എനിക്ക് സമനാണ് നീ, ഞാനും നീയും തമ്മിൽ അന്തരമൊന്നുമില്ല. ഭഗവാൻ തൻ്റെ ഭക്തന്മാരെ, സേവകന്മാരെ സ്വതാ ചേർത്ത് നിർത്തും. ആ ഭഗവാനും ഭക്തനും തമ്മിൽ എന്തില്ല, അന്തരമില്ല. ഭഗവാനും ഭക്തനും ഒന്നാണെന്നുള്ള ബോധ്യമാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. ശ്രീരാമചന്ദ്രസ്വാമി എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഏതായാലും ആ പുരത്തിൽ വരാൻ പറ്റില്ല, മുന്നേ കൊടുത്തിട്ടുള്ള വാക്ക് കാരണം 14 കൊല്ലം കാട്ടിൽ താമസിക്കും എന്നാണ് പിതാവിന് കൊടുത്തിട്ടുള്ള വാക്ക്. അതുകൊണ്ട് ഞാൻ അവിടെ വരില്ല. പക്ഷേ എൻ്റെ എല്ലാ അനുഗ്രഹവും നിൻ്റെ കൂടെയുണ്ട്, മാർഗനിർദ്ദേശങ്ങൾ നിനക്ക് തരാൻ ഞാനുണ്ട്. മാത്രമല്ല സുഗ്രീവനോട് പറഞ്ഞു, ചാതുർമാസ്യം വ്രതം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏതായാലും പ്രവർഷണഗിരിയിൽ പോവുകയാണ്. ആ 4 മാസക്കാലം നീ സുഖമായിട്ട് രാജകീയ സുഖങ്ങളൊക്കെ അനുഭവിച്ചിട്ട് ധാർമ്മികമായി രാജ്യത്തെ പരിപാലിച്ച് ജീവിക്കുക. കാരണം കുറേ കാലം രാജ്യത്തുനിന്ന് വിട്ടുനിന്ന ആളാണ്, ആട്ടിപ്പായിക്കപ്പെട്ട ആളാണ്. ആ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് 4 മാസത്തെ കാലം പ്രയോജനപ്പെടുത്തുക. അത് ഈ സമയം ധാർമ്മികമായിട്ട് രാജ്യം ഭരിക്കുക, ധർമ്മത്തിന് കോട്ടം തട്ടരുത്. ആ സമയം കഴിഞ്ഞാൽ ദേവിയെ കണ്ടെത്തുന്നതിനായിട്ടുള്ള ഉദ്യമം അങ്ങ് തുടങ്ങുക. അങ്ങനെ സുഗ്രീവന് ഉപദേശമൊക്കെ കൊടുത്തു. ആ കൂട്ടത്തിൽ പറഞ്ഞു, യുവരാജാവായിട്ട് അംഗദനെ അഭിഷേകം ചെയ്യണം. എപ്രകാരമാണോ ബാലി അംഗദനെ സ്നേഹിച്ചത്, പരിപാലിച്ചത്, അതേമാതിരി പുത്രനെ മാതിരി എന്ത് ചെയ്യുക, നീ അവനെ സേവിക്കുക, സ്നേഹിക്കുക, യുവരാജാവായിട്ട് അവനെ അഭിഷേകം നടത്തുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭഗവാൻ ലക്ഷ്മണനോടും കൂടി പ്രവർഷണഗിരിയിലേക്ക് ചെന്നു. ആ പ്രവർഷണഗിരിയുടെ ഉയർന്ന ഭാഗത്ത് ഒരു ഗഹ്വരം കണ്ടു. വളരെ മനോഹരമായിട്ട് നാനാവിധത്തിലുള്ള പുഷ്പങ്ങൾ, വല്ലികൾ, കായ്കനികൾ ഇതൊക്കെ നിറഞ്ഞിട്ട് പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ളൊരു ദൃശ്യം അവരവിടെ കാണുകയാണ്. ആ ഗുഹയിൽ തന്നെ താമസിക്കാമെന്ന് ഭഗവാൻ തീരുമാനിച്ചു. 4 മാസക്കാലം ചതുർമാസ്യ വ്രതം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട്, വർഷക്കാലത്ത് അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഈ ഗുഹ തിരഞ്ഞെടുത്തു. ആ സമയത്ത് ഋഷീശ്വരന്മാർ, സിദ്ധന്മാർ, ഗന്ധർവന്മാർ ഇത്യാദികളായിട്ടുള്ള വിഭാഗങ്ങൾ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് വന്നു. അവർ തങ്ങളുടെ സ്വന്തം രൂപത്തിൽ, സ്വന്തം ശരീരത്തിലല്ല വന്നത്, പക്ഷിമൃഗാദികളായിട്ട് പക്ഷിധ്വജനായിട്ടുള്ള ആ ഭഗവാനെ സേവിക്കാൻ വേണ്ടി അവർ വന്നു. ആ ഗുഹയിൽ ഈ 4 മാസക്കാലം മനുഷ്യാവതാരം എടുത്തിട്ടുള്ള നാരായണനെ അവർ കൺകുളിർക്ക കണ്ടു. ഈ സമയത്താണ് ലക്ഷ്മണൻ ഭഗവാനോട് ചോദിക്കുന്നത്, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പൂജാവിധാനങ്ങൾ അറിയണം എന്ന് ആഗ്രഹമുണ്ട്. ആ പൂജാവിധാനങ്ങൾ പരമഭക്തിയോടെ ചെയ്തിട്ട് ഋഷീശ്വരന്മാർ, നാരദാദികളായിട്ടുള്ള മഹാഋഷീശ്വരന്മാർ അങ്ങയുടെ പദത്തെ, മോക്ഷപ്രാപ്തിയെ പ്രാപിക്കുന്നുണ്ട്. അതുകൊണ്ട് പരമമായിട്ടുള്ള ജ്ഞാനത്തെ ഒളിവാക്കുന്ന ക്രിയാമാർഗം എനിക്ക് ഉപദേശിച്ചു തരണം എന്ന് പറഞ്ഞു. ഭഗവാൻ ലക്ഷ്മണൻ ഈ കാര്യം ചോദിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയായിരുന്നു.
കാരണം ഉപദേശങ്ങളൊന്നും ചോദിക്കാണ്ട് കൊടുക്കരുത്. ശിഷ്യൻ്റെ ഉള്ളിൽ താല്പര്യം ഉണ്ടാവണം. താല്പര്യം മാത്രം പോരാ, ശിഷ്യൻ അത് സ്വീകരിക്കാൻ ഉത്തമനായി തയ്യാറായി എന്നുള്ള ബോധ്യം ഗുരുവിന് വേണം. എങ്കിലും മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. കൊടുക്കുന്ന വിദ്യയെ സ്വീകരിക്കാൻ ശിഷ്യൻ യുക്തനാണ് എന്നുള്ള ബോധ്യം. രണ്ട് കാര്യങ്ങളാണ്. ശിഷ്യൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവണം, മറ്റൊന്ന് അത് സ്വീകരിക്കാൻ ശിഷ്യൻ യോഗ്യനായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും എപ്പോഴാണോ ഒത്തുവരുന്നത് അപ്പോഴും മാത്രമേ അറിവ് കൊടുക്കാൻ പാടുള്ളൂ. അതാണ് ഭാരതീയ സംസ്കാരം. അങ്ങനെ ഇത് രണ്ടും കൃത്യമായിട്ട് ഒത്തു വന്നപ്പോൾ ഭഗവാൻ ലക്ഷ്മണന് ക്രിയാമാർഗത്തെ വിശദീകരിച്ച് ഉപദേശിച്ചു കൊടുത്തു. ഭഗവാന്റെ പൂജാവിധാനങ്ങൾ എങ്ങനെയാണ്, എങ്ങനെ ശാസ്ത്രബദ്ധമായിട്ട് ഭഗവാന്റെ പൂജകൾ ചെയ്യണം എന്നൊക്കെ ഉപദേശിച്ചു കൊടുത്തു. ആ ശ്രീരാമചന്ദ്രസ്വാമിയെ, ലക്ഷ്മണാഗ്രജനെ സാഷ്ടാംഗം നമസ്കരിച്ച് അധ്യായം നമുക്ക് അവസാനിപ്പിക്കും.